ഹായ് ഫ്രണ്ട്സ്. നരച്ച തലമുടി കറുപ്പിക്കാനായിട്ട് ഒരു കെമിക്കൽ ഉപയോഗിക്കാണ്ട് നാച്ചുറലായിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് മുടിയെ വീട്ടിൽ തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ട്ടോ. 100% റിസൾട്ട് ഉള്ള ഒരു ഹെയർ ഡേ ആണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചുമയും ജലദോഷം ഉണ്ടെങ്കിൽ നമുക്കത് ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ട്ടോ. അതിനായിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ചുക്ക് കാപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് മിക്സി ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുരുമുളക് 1 സ്പൂൺ അളവിലായിട്ടോ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ അളവിൽ എടുത്തതിന് അതേ അളവിൽ തന്നെ ഏകദേശം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ അളവിൽ മല്ലിയാണ്, വറക്കാത്ത മല്ലിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 5 ഗ്രാമ്പു 3 ഏലക്കായ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തിപ്പിലി ഉണ്ടെങ്കിൽ അതും ചേർത്താട്ടോ. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നത്. പിന്നെ ഞാൻ തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പൊടിയെല്ലാം കളഞ്ഞിട്ടുള്ള തുളസി ഇലയാണ്. ഏകദേശം നല്ലൊരു ഒരു കൈപ്പിടി അളവിന് ഉണ്ടാവും കേട്ടോ. അതും കൂടെ മിക്സി ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ചേർത്തത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് ചുക്കാണ്. ചുക്ക് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുള്ള ഇത് നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാണ്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്ക് ഒരു ദിവസം വെയിലുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇനി വെയിൽ ഇത് വെക്കണം എന്നില്ല, നിങ്ങൾ പുറത്ത് തണലത്ത് വെച്ചാലും നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് നല്ല ചൂടുള്ള ക്ലൈമറ്റ് അല്ലേ, അപ്പോൾ ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസം, എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതൊരു ചെറിയൊരു ബോക്സിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. നമ്മളിപ്പോൾ ഇത് ഇതേപോലെ പൊടിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ കാപ്പി ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു കോഫി വേണമെങ്കിൽ അത് കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരല്പം കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. കോഫി പൗഡർ ചേർക്കുന്നത് നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ. ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ ഈ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും, പിന്നെ നമുക്ക് മധുരം വേണമെങ്കിൽ മാത്രം ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര തന്നെ ചേർക്കണം, പഞ്ചസാര ചേർത്തരുത് കേട്ടോ. പനം ശർക്കരയാണ് വെച്ചാൽ ഏറ്റവും നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നല്ല എരിവും അതേപോലെ തന്നെ അല്പം മധുരമൊക്കെ ആയിട്ടുള്ള നല്ല ചുക്ക് കാപ്പി റെഡി. ഇത് നിങ്ങൾ കുടിച്ച് നോക്കൂ. നിങ്ങൾക്ക് ചുമ ഉണ്ടെങ്കിലും ഈ തൊണ്ടയിൽ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിലോ ജലദോഷം ഉണ്ടെങ്കിലോ കഫക്കെട്ടൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ചുക്ക് കാപ്പിയാണ്. ചെയ്ത് നോക്കൂ. സ്കൂൾ പോകുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ തലയിൽ പേന ഉണ്ടാവുക. നമ്മൾ എന്തൊക്കെ ക്ലീൻ ചെയ്താലും അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് കെമിക്കൽ ഉപയോഗിച്ച് നമ്മൾ കഴുകി കഴിഞ്ഞാലും മുടിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തുളസി എടുക്കുന്നുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അഴുക്കൊന്നുമില്ലാത്ത തുളസി വേണ്ടിട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഇടികളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വേണ്ടത് 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഒരല്പം പോലും നമ്മൾ വെള്ളം ചേർക്കാണ്ട് വേണം ചതയ്ക്കാനായിട്ട്. തുളസിയുടെ ഇലയിലുള്ള നീര് പുറത്തേക്ക് വരുന്ന രീതിയിൽ അത് ചതച്ചെടുക്കുകയും വേണം. ചതച്ചെടുത്തിട്ട് തുളസിയും വെളുത്തുള്ളിയും കൂടി ഒരു ചെറിയ കോട്ടന്റെ തുണി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു കിഴി രൂപത്തിലാക്കി എടുക്കുക. എന്നിട്ട് കുട്ടികൾ കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ തലയിൽ നന്നായിട്ട് ഈ ഒരു കിഴി ഇതുപോലെ അമർത്തി അതിനെ നീരെല്ലാം തലയോട്ടിലും തലമുടിയിലൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. നമുക്ക് കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് എന്തായാലും മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ ഈ ഒരു തുളസി നീര് ഇതൊക്കെ ചേർത്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ല, കുട്ടികൾക്ക് ജലദോഷം പോലും വരില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് പേന മുഴുവനായിട്ടും ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. ഞാൻ കുറച്ച് തുളസിയില എടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് നമുക്ക് നോർമലാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദിവസവും കുടിക്കാവുന്ന, എന്നാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അതിനായിട്ട് ഇലകൾ ഇതുപോലെ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല മാത്രം എടുത്താൽ മതി, അതിന് തണ്ടൊന്നും ആവശ്യമില്ല. ഒന്ന് ചതയ്ക്കുക പോലും വേണ്ട. ഇതുപോലെ കഴുകി വൃത്തിയാക്കിയുള്ള തുളസിയില ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുടിക്കാൻ ആവശ്യം എത്രത്തോളം നമ്മൾ രാവിലെ ഒരു മോർണിംഗ് ഹെർബൽ ടീ കുടിക്കില്ലേ, ആ ഒരു അളവിൽ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ ആ വെള്ളത്തിന് കളർ ചേഞ്ച് വരും. അതുവരെ ഒന്ന് തിളപ്പിക്കാം. ഈ ഒരു വെള്ളം കുടിച്ച സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാർക്കും കുട്ടികൾക്കൊക്കെ ദിവസം കുടിക്കാൻ ജലദോഷം കഫക്കെട്ടൊക്കെ വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്.
തുളസി ഉപയോഗിച്ചുകൊണ്ടുള്ള അടുത്ത നല്ലൊരു ടിപ്സ് നോക്കാം. തുളസി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് തണ്ടോടുകൂടി ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചതയ്ക്കുന്നുണ്ട് കേട്ടോ. ആ തണ്ടൊന്ന് ചതഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചതച്ചെടുത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് ആ ഒരു തുളസിയുടെ എസൻസ് എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ അതിലേക്ക് ഒരു അല്പം വിക്സ് ഇതുപോലെ എടുത്തിട്ട് ആ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് അടച്ചിട്ട് ഇനി നമ്മൾ ആവി പിടിക്കുന്ന സാധാരണ എങ്ങനെയാണോ ആവി പിടിക്കാറുള്ളത് അതുപോലെ നന്നായിട്ടൊന്ന് ആവി പിടിച്ച് കഴിയുക. അപ്പോൾ ആവി പിടിച്ച് കഴിയുന്ന സമയത്ത് തന്നെ മൂക്കടപ്പുണ്ടെങ്കിൽ അത് മാറും. അതേപോലെ തന്നെ ചുമയോ ജലദോഷമോ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കഫമൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പനിയുള്ള സമയത്തൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിലീഫ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂട്ടോ. എത്ര നരച്ചിട്ടുള്ള തലമുടിയാണെന്നുണ്ടെങ്കിലും ജലദോഷമോ അലർജിയോ ഒന്നും ഇല്ലാണ്ട് നാച്ചുറലായിട്ട് വീട്ടിൽ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് വേണ്ടത് ഞാൻ കുറച്ച് തുളസി ഇല എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സി ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇനി ഈ ചതച്ചെടുത്ത് ഞാനൊരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരുന്ന സമയത്ത് തുളസി നീരും അതേപോലെ തന്നെ ചായപ്പൊടിയും കൂടി നന്നായിട്ട് തിളച്ച് നല്ല വെന്ത് കുറുകി പാകമായി വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. എന്നിട്ട് മൈലാഞ്ചി പൊടിയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ എടുക്കാം. എന്നിട്ട് അത് നമ്മളൊരു ഇരുമ്പിൻ്റെ കടായി വേണം കേട്ടോ. ഇരുമ്പിൻ്റെ കടായി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. പക്ഷെ എടുക്കുന്ന സമയത്ത് പാത്രത്തിൽ എണ്ണമഴുക്കോ അല്ലെങ്കിൽ അഴുക്കോ ഒന്നും ഉണ്ടാവരുത്. പിന്നെ നമ്മൾ ഇരുമ്പിന് പകരമായിട്ട് ഇതിൽ 2 തുരുമ്പെടുത്തുള്ള ആണി ചേർത്തി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തിളപ്പിച്ച് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചായ ഉണ്ടല്ലോ, തുളസിയും ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം അത് ഇതിലേക്ക് ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാക്കായിരിക്കും കേട്ടോ. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ഹെന്ന പൗഡർ അത്രയും നൈസായിട്ടുള്ള പൊടിയായിരിക്കും. നമ്മളിപ്പോൾ വീട്ടിൽ അരച്ചെടുത്താൽ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നല്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയിരുന്നതായിരിക്കും. എന്നിട്ട് നമുക്കതൊരു നൈറ്റ് മുഴുവൻ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഉൾഭാഗത്ത് ചിലപ്പോൾ നമുക്കൊരു കളർ മാറാതിരിക്കുന്നുണ്ടാവും. അതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി ഒരു 10-20 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് അത് കറുപ്പ് കളറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു ഹെന്ന പൗഡറും ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം നമ്മളുടെ മുടി പൂർണ്ണമായിട്ട് കറക്കണമെന്നില്ല. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഇനി നീലമരീൻ്റെ പൊടിയാണ് കേട്ടോ. നീലമരീൻ്റെ പൊടി ഇപ്പോൾ ഈ ഒരു പാക്കിലേക്ക് നമുക്ക് എത്ര ആവശ്യം വരും? ഇപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഈ ഒരു പാക്ക്. അതുകൊണ്ട് 2 സ്പൂൺ അളവിൽ നീലമരീൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നീലമരീൻ്റെ പൊടി വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല ബ്രാൻഡിൻ്റെ വാങ്ങിയാലാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നീലമരീൻ്റെ പൊടി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ കറുപ്പായി കിട്ടുന്നതാണ് കേട്ടോ മുടി. അപ്പോൾ നമ്മളിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലമുടിയിലും തന്നെ ഒട്ടും തന്നെ എണ്ണമയോ അഴുക്കോ ഒന്നും ഉണ്ടാവരുത്. എന്നിട്ട് മുഴുവനായിട്ടും നരച്ച മുടി കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-2.5 മണിക്കൂറിന് ശേഷം മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പായിട്ട് മുടി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു നാച്ചുറൽ ഡൈ ആണ്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഒരു ജലദോഷമോ കഫക്കെട്ടോ അങ്ങനത്തെ ഒരു ഇതും സംഭവിക്കില്ല. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.